ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA മുൻകൂർ ജാമ്യാപേക്ഷയിൽ അതിജീവിതയെ കക്ഷി ചേർത്ത് ഹൈക്കോടതി. മറുപടി സത്യവാങ്മൂലം നൽകാൻ അതിജീവിതയ്ക്ക് 2 ആഴ്ച സാവകാശം നൽകി. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷ് ചേരുന്നു. വിഷ്ണു, വാർത്തയുടെ വിശദാംശങ്ങൾ പറയൂ. ദിലീപ് കുമാർ, രാഹുൽ മാങ്കൂട്ടത്തിലെ മുൻകൂർ ജാമ്യാപേക്ഷ, ആദ്യ കേസിലെ മുൻകൂർ ജാമ്യാപേക്ഷ 3ാം തവണയാണ് ഹൈക്കോടതിക്ക് മുമ്പാകെ എത്തുന്നത്. നേരത്തെ 2 തവണയും നോട്ട് അറസ്റ്റ് നൽകിയിരുന്നു. ഇത്തവണയും നോട്ട് അറസ്റ്റ് എക്സ്റ്റെൻഡ് ചെയ്യുകയാണ്. 21-ാം തീയതി വരെയാണ് രാഹുലിനെ അറസ്റ്റ് തടഞ്ഞിരിക്കുന്നത്. കേസ് 21-ാം തീയതി പരിഗണിക്കുകയും ചെയ്യും. ഒപ്പം ഒരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, ഈ മുൻകൂർ ജാമ്യാപേക്ഷയിന്മേൽ കക്ഷി ചേരാൻ ഇന്നലെ പരാതിക്കാരി ഒരു ഹർജി നൽകിയിരുന്നു, അതിജീവിത ഹർജി നൽകിയിരുന്നു. ആ ഹർജിയിൽ കോടതി അംഗീകാരം നൽകിയിരിക്കുന്നത്, അതായത് കക്ഷി ചേരാൻ അനുമതി നൽകി. 2 ആഴ്ചത്തെ സാവകാശമാണ് മറുപടി സത്യവാങ്മൂലം നൽകാൻ പരാതിക്കാരിക്ക് നൽകിയിരിക്കുന്നത്. ഇന്നലത്തെ റിട്ട് പെറ്റീഷനിൽ ഒരു പ്രധാനപ്പെട്ട വാദമായി അവർ ഉന്നയിച്ചത്, താൻ സമാനതകളില്ലാത്ത സൈബർ ആക്രമണങ്ങൾ നേരിടുന്നുണ്ട്. ഒപ്പം പ്രതിയുടെ കൂട്ടാളികൾ, സുഹൃത്തുക്കൾ, അനുയായികൾ എന്നിവരിൽ നിന്ന് ജീവൻ വരെ ഭീഷണിയുണ്ട്. ആ പശ്ചാത്തലത്തിൽ ഇയാൾക്ക് ജാമ്യം കൊടുക്കുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ ഇയാളുടെ ജാമ്യ ഹർജിയിൽ തീരുമാനമെടുക്കുന്നതിന് മുമ്പ് തന്നെ കൂടി കേൾക്കണം എന്നായിരുന്നു അതിജീവിയുടെ ആവശ്യം. ആ ആവശ്യം കോടതി അംഗീകരിച്ചിരിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിലെ 1ാമത്തെ കേസിൽ, ആദ്യത്തെ ബലാത്സംഗ കേസിൽ മുൻകൂർ ജാമ്യാപേക്ഷ 21-ാം തീയതി പരിഗണിക്കും. അന്ന് പരാതിക്കാരിക്ക് പറയാനുള്ളത് കൂടി കോടതി കേൾക്കും. ദിലീപ്, ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA മുൻകൂർ ജാമ്യാപേക്ഷയിൽ അതിജീവിതയെ ഹൈക്കോടതി കക്ഷി ചേർത്തിരിക്കുകയാണ്. മറുപടി സത്യവാങ്മൂലം നൽകാൻ അതിജീവിതയ്ക്ക് 2 ആഴ്ച സാവകാശം നൽകിയിട്ടുമുണ്ട്. വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.